അധികാരത്തിലെത്തിയാൽ PM ശ്രീ ധാരണാപത്രം അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ KM ഷാജി ഇന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന് തീരുമാനമെടുത്ത മന്ത്രിസഭയുടെ ഭാഗമാണ്. തെരുവിൽ പറയുന്നത് വേറെ രാഷ്ട്രീയമെന്നാണ് KM ഷാജിയുടെ ന്യായീകരണം. മിനിമം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അണികൾക്കെങ്കിലും ആ പൊളിറ്റിക്സ് ഓക്കെ ആകുമോ റാവു? വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അതായത് തെരുവിൽ പറയുന്ന രാഷ്ട്രീയം ഒന്ന്, നടപ്പിലാക്കുന്ന രാഷ്ട്രീയം മറ്റൊന്ന് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സീരിയസ് ആയി ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ രാഷ്ട്രീയത്തോട് പ്രതിബദ്ധതയുള്ളവരോ പറയേണ്ട ഒരു വാചകമല്ല. അത് തന്നെ ഗുരുതരമായ കുഴപ്പം കിടക്കുന്ന ഒരു വാചകമാണ് അത്. PM ശ്രീ എന്ന് പറയുന്ന സംഗതി ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനെതിരാണെന്നും ആ താല്പര്യത്തിനെതിരായിട്ടുള്ള സംഗതി പിണറായി വിജയൻ ഒളിച്ചു കടത്തിയെന്നും ആ ഒളിച്ചു കടത്തിയത് പിണറായി വിജയൻ്റെയും NDAയുടെയും ഡീലിൻ്റെ ഭാഗമാണ് എന്ന വളരെ ആഴമുള്ള ആരോപണം ഉന്നയിച്ച ആൾക്കാരാണ് UDF-കാർ. ആ UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ശ്രീ KM ഷാജി. അദ്ദേഹം ഇന്ന് മന്ത്രിയുമാണ്. ആ ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാണല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ മതനിരപേക്ഷ താല്പര്യങ്ങളെ ആകമാനം പിണറായി വിജയൻ അട്ടിമറിക്കുകയാണല്ലോ, എങ്കിൽ ഈ മതനിരപേക്ഷ താല്പര്യത്തെ സംരക്ഷിക്കുമ്പോൾ KM ഷാജി അടക്കമുള്ള ആളുകൾ വരട്ടെ എന്ന് ജനം തീരുമാനിച്ചുകൊണ്ടാണ് 102 സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വന്നത്. വന്നു കഴിഞ്ഞ് പറയുകയാണ്, അന്ന് ഞങ്ങൾ പ്രസംഗിച്ചത് വീട് കയറിവെന്ന് പറഞ്ഞ രാഷ്ട്രീയം ഇതൊക്കെ ചുമ്മാ പറഞ്ഞതാണ്, അതൊന്നും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിമർശനം എന്താണ്? ഇടതുപക്ഷത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു മതനിരപേക്ഷതയുടെയും പുരോഗമന രാഷ്ട്രീയത്തിൻ്റെയും കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നയരേഖയുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അധികാരമുണ്ടായിരുന്ന ഏക സ്ഥലമായിരുന്നു കേരളം. ആ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ നയരേഖ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ സംഘപരിവാർ വിരുദ്ധത, പുരോഗമന രാഷ്ട്രീയം, അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ടുള്ള നിലപാടുകൾ, ജാതിമത രാഷ്ട്രീയ ലോബികളുടെ അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾക്കെതിരായിട്ടുള്ള പ്രതിരോധ ശബ്ദം, അങ്ങനെ നമുക്ക് ഇടതുപക്ഷത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അതൊരു നിലയ്ക്കും കോംപ്രമൈസ് ചെയ്യില്ല ഞാൻ വിചാരിക്കുന്ന ഉന്നതമായിട്ടുള്ള മതനിരപേക്ഷ മൂല്യം. അത് നടപ്പിലാക്കുന്നതിന് ചില ഘട്ടത്തിൽ അധികാരവും കൂടി വേണം. അധികാരം ഉണ്ടായിരുന്ന ഏക സ്റ്റേറ്റ് ആയിരുന്നു കേരളം. പക്ഷേ ആ അധികാരം അവരെന്തിനു പ്രയോജനപ്പെടുത്തിയില്ല? കേരളത്തെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഭൂമികയാക്കി നിലനിർത്താനും അവിടേക്കുള്ള സംഘപരിവാറിൻ്റെ നുഴഞ്ഞുകയറ്റം തടയാനും പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണ് വിമർശനം. അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം നിങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളെങ്ങനെ നിർവഹിക്കുന്നു? അത് വലിയ ചോദ്യമാണ്. അപ്പോൾ അധികാരം കിട്ടിക്കഴിയുമ്പോൾ പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾ പ്രയോഗിക്കില്ല എന്ന് പറയുന്നതിനാണ് വഞ്ചന എന്ന് മലയാളത്തിൽ പറയുക. അപ്പോൾ അതാണ് ഇപ്പോൾ UDF-കാർ പറഞ്ഞത്. അവർ പറഞ്ഞതിൻ്റെ അർത്ഥം കൂടി അവർക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ വീണ്ടും പറയുകയാണ്, അവരെല്ലാ വീടുകളിലും കാര്യം എന്ന് പറഞ്ഞ് നടന്ന കാര്യം ഇതാണ്. മുസ്ലിം ലീഗുകാർ പ്രത്യേകിച്ചും, അതായത് നോക്കൂ, PM ശ്രീ നടപ്പിലാക്കപ്പെടാൻ പോവുകയാണ്, PM ശ്രീ നടപ്പിലായാൽ ഹിന്ദുത്വ ആശയം സ്കൂളുകളാകെ പടരും, പിന്നെ അറബിക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പരിപാടിയില്ല, ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പരിപാടിയില്ല, എല്ലാം തച്ചുടയ്ക്കാൻ പോകുന്നു. ആ തച്ചുടയ്ക്കാനുള്ള പരിപാടിക്ക് കുട പിടിച്ചു കൊടുക്കുന്നു ആര്? പിണറായി വിജയൻ. തോൽപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ജയിച്ചിട്ട് ഇപ്പോൾ PM ശ്രീ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി, ഇപ്പോൾ ഒരു മുന്നണി എന്ന് പറയുമ്പോൾ ആ മുന്നണിക്കകത്ത് പല പാർട്ടികളും പല നയനിലപാടുകളും പല അഭിപ്രായങ്ങളും കാണും. അപ്പോൾ ഒരു പാർട്ടിക്ക് തെറ്റിയാൽ, അതിൻ്റെ മദർ പാർട്ടിക്ക് തെറ്റിയാൽ അതിനെ തിരുത്താൻ മറ്റു കക്ഷികൾക്ക് കഴിയണമല്ലോ. ഇവിടെ ആരുമില്ല. LDF-ൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. LDF-ൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ടും മറ്റ് പല കാര്യങ്ങളും, പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുമൊക്കെ CPM-ൻ്റെ അഭിപ്രായമല്ല CPI-ക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ എന്താണ്? VD സതീശൻ തുടക്കം മുതൽ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ധവളപത്രത്തിലുമെല്ലാം കേന്ദ്ര സർക്കാരിനെ സ്പർശിക്കേണ്ടതില്ല, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുമോ? അങ്ങനെ ആയിക്കോട്ടെ എന്ന നിലപാട് ആര് സ്വീകരിക്കുകയാണ്? മുസ്ലിം ലീഗ് സ്വീകരിക്കുകയാണ്. അപ്പുറത്ത് അങ്ങനെ അപ്പുറത്ത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. നമ്മൾ CPM-നെ കുറിച്ച് പറഞ്ഞത്, CPM-ഉം പിണറായി വിജയൻ ആരെയും എതിർക്കാൻ സമ്മതിക്കില്ലാത്ത, ഒരു ജനാധിപത്യത്തിൻ്റെ കാറ്റും അകത്ത് കടത്താൻ സമ്മതിക്കാത്ത ഒരാളെന്നൊക്കെയുള്ള വിമർശനം അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്നല്ലോ. അവിടെയും ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നല്ലോ, അവിടെ CPI വിമർശിച്ചിരുന്നല്ലോ. CPI വിമർശനമാണല്ലോ എന്ത് സംഭവിച്ചത്? ഞങ്ങൾ PM ശ്രീയിൽ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ അത് പോസ് ചെയ്യാൻ തീരുമാനമെടുത്തത്. ഇവിടെ ആ ജനാധിപത്യവും കാണുന്നില്ല. ഇവരെല്ലാവരും കൂടി ഫസ്റ്റ് ക്യാബിനറ്റിൽ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്, കേന്ദ്ര സർക്കാർ മുട്ടാൻ പോകണ്ട, അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടുന്നെങ്കിൽ അത് മേടിച്ചിട്ട് നമുക്ക് ചില പരിപാടികൾ നടത്താം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് രാഷ്ട്രീയ ശൂന്യത എന്ന് പറയുന്ന ഗുരുതരമായ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു മാസം ഒരു ഗവൺമെൻറ് പിന്നിടുമ്പോൾ ആ ഗവൺമെൻറ്റിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം പറയാൻ ഭയപ്പെടുന്ന ഒരു സർക്കാർ. അത് അത് ഞാൻ പറഞ്ഞതേ, അത് നമ്മൾ കോൺഗ്രസിൻ്റെ അതിനൊരു ചരിത്ര വഴി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മതനിരപേക്ഷ രാഷ്ട്രീയം ഉറക്കെ പറയാൻ അതിന് പറ്റാറില്ല. അത് ഇന്ത്യ ഈ വഴിയായത് എങ്ങനെയാണെന്നുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. ഈ വഴി ഇന്ത്യ ആയി മാറിയത് എങ്ങനെയാണ്? സംഘപരിവാർ അതിൻ്റെ ഓരോ പ്രോജക്റ്റുമായിട്ട് രംഗത്ത് വരുമ്പോഴും അതിനെ ഒന്നും മനസ്സിലാക്കാനുള്ള ശേഷിയില്ല, അതിനെ തടയാനുള്ള ശേഷിയില്ല, തടയാനുള്ള ആർജവുമില്ല, തടയാനുള്ള പ്രത്യയശാസ്ത്ര ദൃഢതയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ലീഡർഷിപ്പ് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചില ആൾക്കാരൊക്കെ വിചാരിക്കില്ലേ, കുറച്ച് PM ശ്രീ വരട്ടെ, എന്താ കുഴപ്പം? കേന്ദ്ര സർക്കാരല്ലേ കുഴപ്പം? പണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് എന്ന് വെച്ചാൽ മോദിയുടെ ഫണ്ടാണോ?
അത് കേന്ദ്ര സർക്കാർ നമുക്ക് അവകാശപ്പെട്ട ഫണ്ടല്ല, നമ്മൾ മേടിച്ചെടുക്കണം എന്നാണ്. ആ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് മോദിയുടെ ഫണ്ടല്ല, നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് കിട്ടണം. അത് കിട്ടാൻ പക്ഷേ മോദി പറയുന്ന മറ്റേ കാവി പത്രത്തിൽ ഒപ്പിട്ട് കൊടുത്താലേ കിട്ടൂ എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാമെന്ന് പറയലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് പറയണം, അത് പറഞ്ഞില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നു, ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരു ഘട്ടത്തിലും പിന്തുണച്ചിട്ടില്ല ഇവർ. അത് നിങ്ങൾ മറ്റേ ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ പണിത് പൈസ തീർത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇവർ. അപ്പോൾ നാളത്തെ ബജറ്റ് പ്രസംഗത്തിൽ നമുക്ക് അറിയാൻ പറ്റും ഇവർ ഇതല്ലാതെ വേറെ എന്തൊക്കെ വിഭവ സമാഹരണ പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനകത്ത് കെ എം ഷാജി കെ എം ഷാജി മുസ്ലിം ലീഗിനകത്തെ ഏറ്റവും പോപ്പുലർ നേതാവാണ്. അദ്ദേഹം വേദികളിലേക്ക് വരുമ്പോൾ വലിയ കയ്യടികൾ ഞാൻ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. ഭയങ്കര സ്വീകാര്യതയുള്ള ആളാണ്. തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ആളാണ്. പിണറായി വിജയനെ ആഞ്ഞാക്രമിച്ചിട്ടുള്ള ആളാണ്. പിണറായി വിജയൻ്റെ പരിപാടികൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് LDF സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് മലബാർ മേഖലയോട് മൈനോറിറ്റിയോട് കാണിച്ച അതിക്രിയകളെല്ലാം പരിഹരിക്കാനാണ്, ആ ബാക്ക്ലോഗ്സ് പരിഹരിക്കാൻ കൂടിയാണ് ഞങ്ങൾ വരുന്നത്. അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിച്ച് ആക്രമിക്കുകയും ചെയ്തൊരു പ്രസ്താവനയാണ്. പിന്നെ മതം പ്രശ്നമാണ്, മതത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആ മതം പ്രശ്നമാണ് എന്നൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം പറയാണ് അതൊക്കെ ഞങ്ങളുടെ തെരുവ് പ്രസംഗമാണ്, ആ തെരുവ് പ്രസംഗമൊന്നും നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിട്ട് കാണേണ്ട കാര്യമില്ലെന്ന്. ഞാൻ ചോദിക്കുന്നത് ഇവരെന്തിനാണ് ഈ കോംപ്രമൈസ് എടുക്കുന്നത്? ഈ ഷംസുദ്ദീനും കെ എം ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും ഇവരെല്ലാവരും കൂടി ഈ കോംപ്രമൈസ് എടുക്കുന്നുള്ള ഉദ്ദേശം എന്താണ്? ഗുണം എന്താണ്? ഇവർക്ക് എന്താണ് ഗുണം? അത് വിശദീകരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ PM ശ്രീ ആണ് ഡീലിൻ്റെ ആണിക്കല്ലെന്ന് പറഞ്ഞവരാണ് ഇവർ. ആണിക്കല്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അറ്റ്ലീസ്റ്റ് LDF ഗവൺമെൻറ് എന്ത് ചെയ്തു? അത് പോസ് ചെയ്തു, ഞങ്ങൾ ഈ പരിപാടിക്കില്ലാന്ന് കത്ത് കൊടുത്തു. ഇവരത് തുടരാൻ പോവാണ്. അപ്പോൾ സത്യത്തിൽ ഈ ഡീൽ എന്ന ആരോപണം ഇവർ സമ്മതിക്കുകയാണോ? ഡീൽ എന്ന ആരോപണം ഇവർ സമ്മതിക്കുന്നുണ്ട്. PM ശ്രീ ഡീലായിരുന്നു എന്ന് അന്ന് പറഞ്ഞ നിങ്ങൾ ഇവരുമായിട്ട് ഓൾറെഡി ഡീലായി കഴിഞ്ഞിട്ടുണ്ട്. CPM ഇനി തിരിച്ചു വരരുത്, അതിനെ തകർക്കണം എന്ന ഡീലിലാണ് നിങ്ങളുള്ളത് എന്ന ആക്ഷേപം തിരിച്ചുന്നയിക്കാമല്ലോ. അതുകൊണ്ട് പരിഹാസ്യമായ ഒരു നിലയിൽ PM ശ്രീയുടെ കാര്യത്തിൽ കേരളത്തിലെ UDF നേതൃത്വവും അതിലെ പ്രധാനപ്പെട്ട കക്ഷികളും എത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ ആകെയുള്ള ഒരു ടെക്നിക്കൽ സാധനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോയി കേരള ഗവൺമെൻറ് ഒപ്പിട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ചോദ്യമാണ്. എന്നാൽ പോലും പറയാമല്ലോ, രാഷ്ട്രീയം ഞങ്ങളെതിരാണ് ഇതിന്, ഇത് ഞങ്ങളുടെ നയത്തിനെതിരാണ്, കേരളത്തിൻ്റെ താല്പര്യത്തിനെതിരാണെന്ന് പറയാമല്ലോ. അത് പറയുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം അവനടുത്തൊരു സോഫ്റ്റ് നിലപാട് എടുക്കുന്നതാണ്. ഈ പരിപാടി കൊണ്ട് പോകുന്നത് രസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് പോയാൽ ജനം വോട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സൗജന്യങ്ങൾ കണ്ടല്ല, നിങ്ങൾ ഉറക്കെ പറഞ്ഞ രാഷ്ട്രീയം. ഇപ്പോഴെന്താ 100 തെരഞ്ഞെടുപ്പുകൾ നാം തോറ്റുപോയാലും മതനിരപേക്ഷത എന്ന ആശയത്തിൽ നാം കോംപ്രമൈസ് ചെയ്യരുത്. ഞാൻ ഈ സത്യപ്രതിജ്ഞയ്ക്ക് പോയതാണ്. അവിടെ ചെല്ലുമ്പോൾ VD സേഷൻ്റെ ഈ ബൈറ്റ് മാത്രം ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യും. ആദ്യം കൂടി പാട്ട് വരും, അതിനിടയ്ക്ക് ഇത് മതനിരപേക്ഷതയോട് നാം കോംപ്രമൈസ് ചെയ്യരുത്, പിണറായി വിജയനും VD സതീശനും തോറ്റുപോകും, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക. അപ്പോൾ ആ ജനങ്ങൾ ഹർഷാരവം മുഴക്കാണ് ഈ ബൈറ്റിനാണ്. കാരണം ജനത്തിൻ്റെ ഒരു ഹോപ്പ് മൊത്തം ഇതിലാണ്. ഇപ്പോൾ വന്നിട്ട് പറയാണ് തെരുവിലെ പ്രസംഗം വേറെയാണ്, ഇത് വേറെയാണ്. കോമഡി എങ്ങനെയുണ്ട്? ജനം ഈ പരിഹാസം ഉണ്ടല്ലോ, പരിഹാസം അത് പിണറായി വിജയനോടായാലും VD സതീശനോടായാലും ജനം ക്ഷമിക്കുന്ന സംഗതിയല്ല എന്ന് ഓർത്തിരിക്കട്ടെ ഞാൻ പറയാം. നിലപാടുകളുടെ രാജകുമാരൻ എന്നാണല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞതാണ്. മന്ത്രി കസേരയിലിരിക്കുമ്പോൾ അതേ ന്യായീകരണമാണ് ഇന്ന് KM ഷാജിയും പറയുന്നത്. ആ ഒരു രാഷ്ട്രീയം അത് സ്വന്തം മണികളോട് പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? സ്വയം ഉൾക്കൊള്ളാൻ പറ്റുമോ KM ഷാജിക്ക്? ദയനീയമാണ് ആ ന്യായീകരണം എന്നുള്ളതാണ് ഒരു പ്രശ്നം. KM ഷാജിയുടെ ആയാലും VD സതീശനായാലും ദയനീയമായ ന്യായീകരണമാണ്. കാരണം വെച്ചാൽ ഞാൻ ഫാക്ട്സ് വെച്ച് സംസാരിക്കുന്ന ആളാണ് എന്ന് പലവട്ടം മുഖ്യമന്ത്രി ആയതിനു ശേഷം മുമ്പും പറഞ്ഞിട്ടുള്ള ആളാണ് VD സതീശൻ. എന്താണ് ഫാക്ട്സ്? അദ്ദേഹം വളരെ സ്റ്റഡി ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയുള്ളൂ, ഫാക്ച്വൽ അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല എന്നാണ്. ഇപ്പോൾ PM ശ്രീയിൽ നിന്ന് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല എന്നുള്ളത് കള്ളമാണ്. ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്, ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല എന്നെങ്ങനെയാണ് പറയുക? ഇതൊരു കരാറോ ഒന്നുമല്ല, ഇതൊരു MOU ആണ്, ധാരണാപത്രമാണ്. ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു ധാരണയിലെത്തുന്നു, അത് ധാരണാപത്രം മാത്രമാണ്. അപ്പോൾ ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാരാണ്. അവർ 60% ഫണ്ട് തരും, 40% നമ്മൾ ഫണ്ട് എടുത്ത് നമ്മൾ നടപ്പാക്കണം. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഏജൻസി പറയുകയാണ് ഞങ്ങൾക്കിത് താല്പര്യമില്ല പറഞ്ഞാൽ തീർന്നു. അവരുടെ കൂടി കൺസെൻറ്റ് കൂടി ആ MOU റദ്ദാവും. മ്യൂച്വലായിട്ട് അത് തീർക്കാവുന്നതേ ഉള്ളൂ, ഞങ്ങൾക്കിത് പറ്റില്ല. അപ്പോൾ അവർ അല്ല ഇത് നിങ്ങൾ നടപ്പാക്കിയേ പറ്റൂ, ഞങ്ങൾ 60% പൈസ തരും, നിങ്ങൾ വാങ്ങിയേ പറ്റൂ എന്ന് കേന്ദ്രത്തിന് പറയാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം അവരെന്താണ് ചെയ്തത്? ഇപ്പോൾ പഞ്ചാബിൻ്റെ ഉദാഹരണം എടുക്കുക. ഈ പഞ്ചാബ് ഇത് സൈൻ ചെയ്തതാണ്, പിന്നീട് അവർ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പ്രതികാര നടപടി സ്വീകരിച്ചു അവർക്കെതിരെ. പ്രതികാര നടപടി എന്നാണ് നേരത്തെ തമിഴ്നാടിനോട് സ്വീകരിച്ചതുപോലെ SSA ഫണ്ട് തടഞ്ഞു വെച്ചു. അതാണ് ചെയ്യുന്നത്. തമിഴ്നാടിനും ചെയ്തു. തമിഴ്നാടിനെ ചെയ്തിട്ട് തമിഴ്നാട് എന്ത് ചെയ്തത്? ഞങ്ങൾ PMC നടപ്പാക്കില്ല, ഞങ്ങൾക്ക് അതിൻ്റെതായ രാഷ്ട്രീയമായ കാരണമുണ്ട്, നിങ്ങൾ SSA ഫണ്ട് തരാതിരുന്നാൽ ഞങ്ങൾ കോടതിയിൽ പോകും. അവർ സുപ്രീം കോടതിയിൽ പോയി. ആ വാർത്ത നമ്മൾ വായിച്ചാണല്ലോ, നമ്മളൊക്കെ വായിച്ചാണ്. ഇത് സുപ്രീം കോടതിയിൽ പോയി തമിഴ്നാട് വാർത്ത. കഴിഞ്ഞ ഡിസംബർ 15 ലോക്സഭയിൽ ഡീൻ കുര്യാക്കോസും
അടൂർ പ്രകാശും ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിക്കുകയാണ്. PMCയിൽ ഒപ്പിട്ടാൽ പിന്മാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. കുറേ അധികം വിവരങ്ങൾ, എത്ര ഫണ്ട് കൊടുത്തു, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു, കേരളത്തിന് എന്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ PMCയുടെ എതിർപ്പ് പ്രകടിപ്പിച്ച 2 സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും വെസ്റ്റ് ബംഗാളും. തമിഴ്നാടും വെസ്റ്റ് ബംഗാളും ഈ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഭാഗമായി തമിഴ്നാടിന് അപ്രൂവ് ചെയ്ത തുക 1847 കോടി രൂപയാണ്. ഈ ഡേറ്റ് ഓർക്കണം, കഴിഞ്ഞ ഡിസംബറാണ്. അതായത് നമ്മൾ PMC ഒപ്പിട്ട് കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്താണ് ഈ ചോദിക്കുന്നത്. അതിൽ 450 കോടി രൂപ ആ സമയത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഏത് 2025-26 സാമ്പത്തിക വർഷത്തിൽ ഡിസംബർ ആകുമ്പോഴത്തേക്കും അതിൽ 450 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ബംഗാളിന് ഒരു പൈസ കൊടുത്തിട്ടില്ല. PM പോഷൻ സ്കീം, അതായത് ഉച്ചഭക്ഷണത്തിലുള്ള സ്കീമാണ്. അതിൽ തമിഴ്നാടിന് അലോക്കേറ്റ് ചെയ്തത് 495 കോടി രൂപയാണ്. അതിൽ 352 കോടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഉല്ലാസ് സ്കീമാണ്. ഉല്ലാസ് സ്കീം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് കഴിഞ്ഞ് സ്കൂൾ ഡ്രോപ്പ് ഔട്ടായ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കീമാണ്. അതിൽ തമിഴ്നാടിന് അലോക്കേറ്റ് ചെയ്തത് 15 കോടിയാണ്. അതിൽ 7 കോടിയും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൊടുത്തത്? കോടതിയിൽ പോയി, സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞ് എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു. ആ കേസിൽ തീർപ്പായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു കേന്ദ്രത്തിന്. അപ്പോൾ ഇതിൽ മാർഗങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഈ സർക്കാർ കേന്ദ്രവുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറല്ല. അങ്ങനെ ഏറ്റുമുട്ടി ഫണ്ടിന് വേണ്ടി അടിയുണ്ടാക്കി എല്ലാ ദിവസവും കോടതിയിൽ പോയി, ഗവർണർക്കെതിരെ കോടതിയിൽ പോയി, കേന്ദ്രത്തിനെതിരെ കോടതിയിൽ പോയി. കഴിഞ്ഞ സർക്കാർ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇത്രയും ആരോപണങ്ങൾ LDFനെതിരെ ഉയരുകയാണ്. ഏത് ഡീൽ ആരോപണങ്ങൾ ഉയരുന്നു, പല രീതിയിൽ കേന്ദ്രവുമായി കോംപ്രമൈസ് ചെയ്യുന്നു, രാഷ്ട്രീയ നിലപാട് കോംപ്രമൈസ് ചെയ്യുന്നുള്ള വിമർശനങ്ങൾ ഉയർന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ പല വിഷയങ്ങളിൽ ഗവർണർക്കെതിരെ കേന്ദ്രത്തിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ട്. ഈ സർക്കാർ അതിന് തയ്യാറല്ല എന്ന നയപ്രഖ്യാപനമാണ് നടക്കുന്നത്. അങ്ങനെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലെങ്കിലും വേണം, അതിൽ മൗനം പാലിക്കുന്നു. അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുതരം ദുരൂഹമായ മൗനം VD സതീശൻ സർക്കാർ പുലർത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഗ്ലെയറിംഗ് ആയിട്ടുള്ള എക്സാമ്പിളാണ് PM ശ്രീയിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, PM ശ്രീ ഇപ്പോൾ VD സതീശൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് മന്ത്രിസഭ അറിയാതെ ഒപ്പിട്ട് തന്നെയാണ് ഞാൻ വിമർശിച്ചത്. അത് ശരിയാണ്, മന്ത്രിസഭ അറിയാതെ ഒപ്പിട്ടത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ PM ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള UDFൻ്റെ നിലപാട് എന്തായിരുന്നു? പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. മുസ്ലിം ലീഗാണ് അതിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നത്. PM ശ്രീ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ കാവൽക്കരിക്കാനുള്ള ശ്രമമാണ്. വേറെ കാര്യമുണ്ട്, നിലപാടുകളുടെ രാജകുമാരൻ VD സതീശൻ പറയുമ്പോൾ കോൺഗ്രസിന് ഈ കാര്യത്തിൽ നിലപാടെന്താണ്? PM ശ്രീ പദ്ധതിയെക്കുറിച്ച് അല്ലെങ്കിൽ NEP കുറിച്ച്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് എന്താണ് നിലപാട്? അല്ല, കോൺഗ്രസിന് അങ്ങനെ നിലപാടില്ല. കോൺഗ്രസ് ഈ ത്രിഭാഷ പദ്ധതി എതിർക്കുന്നില്ല. ഇപ്പം തമിഴ്നാട്ടിൽ DMK ഉയർത്തുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ 3 ഭാഷ പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ കോൺഗ്രസിന് ഒരു വാദമില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയമായ എതിർപ്പ് ഉയർത്തിയിട്ടില്ല. ഒപ്പിട്ട് ഇപ്പോൾ കർണാടകയിൽ BJP ആണ് ഒപ്പിട്ടതെന്ന് പറഞ്ഞു. ഈ സർക്കാർ പിന്നീട് കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ അതിൽ ഒരു എതിർപ്പ് പറഞ്ഞിട്ടില്ല. അത് ഇതിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? ഇവരിപ്പോൾ അഭിപ്രായം പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിന് ദേശീയ അടിസ്ഥാനത്തിൽ നയമില്ലാത്തതുകൊണ്ടാണ്. നയമില്ല, ഇവിടെ കോൺഗ്രസിന് നയമുണ്ട്. നയമില്ലായിരിക്കല്ലേ ഇതിനെ വിമർശിച്ചത്? അല്ല, അതിന്റെ പ്രശ്നം വെച്ചാൽ CPM അങ്ങനത്തെ വ്യത്യസ്തമായ നയമുള്ളപ്പോൾ CPI വേറെ നിലപാട് സ്വീകരിച്ചില്ല. ആ വ്യത്യസ്ത നയം ലീഗ് കാണിക്കുന്നില്ല. ഇനി വേറൊരു കാര്യം, ഇനി കേരളത്തിലൊരു നിലപാട് സ്വീകരിക്കാമെന്ന് വെച്ചോ. ഇതിപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കുറിച്ച് ചോദിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ആരോട് ചോദിക്കും? KPCC അധ്യക്ഷൻ ആരാകും? ആരോട് നമ്മൾ ചോദിക്കുക? ഇതിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണ്? ഈ KPCCയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ പോയി നോക്കണം, ആരാ പ്രതിപക്ഷം എന്നറിയോ? VD സതീശനാണ്. യെസ്, ആ സൈറ്റ് തന്നെ ഉറങ്ങിക്കിടക്കണം. അതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇന്ദിരാഭവൻ വരുന്നുണ്ടോ? കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ ഉണ്ടോ? അതിന് KPCC അധ്യക്ഷൻ ഉണ്ടോ? രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടോ? രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറഞ്ഞാൽ അതത് ദിവസങ്ങളിലെ രാഷ്ട്രീയ അധ്യക്ഷനുണ്ട്. സണ്ണിയാസ് മാറിയിട്ടൊന്നുമില്ല. അല്ല, അത് വർക്ക് ചെയ്യണ്ടേ, ഫംഗ്ഷൻ ചെയ്യണം. അല്ല, അങ്ങനെ ഇരട്ടപ്പതി ചോദിക്കുക. കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം പറ്റില്ല. വേറെ ആൾ വരണം, ആൾ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ രാഷ്ട്രീയ ആരാണ് തീരുമാനിക്കുക? മുഖ്യമന്ത്രി തീരുമാനിക്കുമോ? അപ്പോൾ ഇത് തന്നെയല്ലേ, ഈ വിഷയം തന്നെയല്ലേ CPMനെതിരെ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. സർക്കാർ പ്രവർത്തിക്കുന്നു, പാർട്ടി നിശ്ചലമാണ്, പാർട്ടിക്ക് തിരുത്താൻ കഴിയുന്നില്ല സർക്കാർ എന്നൊക്കെ UDF വിമർശിച്ചുകൊണ്ടെന്നാണ്. അതേ കാര്യമല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ, അധികാരമേറ്റ ഒരു മാസത്തിനുള്ളിൽ ഇത്രയും നിശിതമായ വിമർശനങ്ങൾ ഉയരും വിധമുള്ള നിലപാടില്ലായ്മ ഈ സർക്കാർ ഉണ്ടാക്കും എന്ന് ഈ സർക്കാരിന് വോട്ട് ചെയ്ത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അതായത് ഇപ്പം ഇത്തവണ ആളുകൾ വോട്ട് ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു? ഇത്തരം സംഘപരിവാറിന് കീഴടങ്ങുന്ന നിലപാടിലേക്ക് അന്നത്തെ LDF ഗവൺമെൻറ് പോകുന്നു എന്നുള്ള വലിയ ആരോപണത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്തത്. അതിനെതിരെ ഒരു മതനിരപേക്ഷ സർക്കാർ ഇവിടെ നിലവിൽ വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്തത്. ഇപ്പം ഈ വോട്ട് ചെയ്ത ആളുകൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ ഞങ്ങൾ വോട്ട് ചെയ്തതാണ് ഈ ഒരു സർക്കാരുടെ അഭിമാനത്തോടു കൂടി പറയാൻ അവർക്ക് കഴിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയെ നേരത്തെ ഷാജിയൊക്കെ സൂചിപ്പിച്ചതുപോലെ കടലിലെറിയണമെന്നും ചവറ്റുകുട്ടയിലെറിയണമെന്നൊക്കെ പ്രസംഗിച്ച് നടന്ന ഒരുപാട് നേതാക്കൾ ഇവിടെയുണ്ട്. അതിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവരുണ്ട്. അവരെല്ലാവരും ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി PM ശ്രീ പദ്ധതി കേരളത്തിന് യോജിച്ചതല്ല, കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കെതിരാണ്, കാവ്യവൽക്കരണത്തിന് ആക്കം കൂട്ടും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും PM ശ്രീയെക്കുറിച്ച് വിശദീകരിച്ചതാണ്. അങ്ങനെയുള്ളൊരു പദ്ധതി അധികാരത്തിൽ വരുമ്പോൾ അതിൽ തുടരുക എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ
അത് എത്രത്തോളം ഈ വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് തുടരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള സാങ്കേതിക കാരണങ്ങൾ അവിടെ നിൽക്കട്ടെ. അത് തുടരാൻ കഴിയുമെന്ന് പറയുന്നവരുണ്ട്, തുടരാൻ കഴിയില്ല എന്ന് പറയുന്നവരുണ്ട് സാങ്കേതികമായി. പക്ഷേ അതിനോടൊരു സമീപനം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി ഈ ഒരു നിലപാട് വ്യക്തമാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു തോന്നൽ ആളുകൾക്കുണ്ടാകുന്നില്ല. അതായത് ഇത്തരം പദ്ധതികളോട് വിരക്തി കാണിക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ സർക്കാരിന് എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അത്തരമൊരു കമൻറ്റ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. KM ഷാജിയെ പോലുള്ള തീപ്പൊരി പ്രാസംഗികൻ്റെ വാക്കുകളിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നില്ല. ആകെ ഇവർ പറയുന്നത് കരിക്കുലത്തിൽ കാവ്യവൽക്കരണം നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അത് നടക്കില്ല. ഇപ്പോൾ ഇന്ന് കെ മുരളീധരൻ വരെ പറയുന്നത് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് വരെ നമ്മൾ പഠിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഇത്തരം കരിക്കുലമാണ് സാമ്രാജ്യത്ത് വരെ അങ്ങനെ ക്യാമ്പർ പറയുന്നത്. അപ്പോൾ ഇത്തരം പാഠ്യപദ്ധതികളിൽ എന്തൊക്കെ മാറ്റം വരുമെന്ന് ഇപ്പോൾ നമുക്കറിയാലോ. ഈ സംഘപരിവാർ ഏറ്റവും കൂടുതൽ അവർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ തന്നെയാണ്. അവിടെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അവരുടെ ദീർഘകാല പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ PM ശ്രീ. ഈ PM ശ്രീ കൊണ്ട് എല്ലാ കാവ്യവൽക്കരണവും നടപ്പിലാക്കാം എന്നൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ PM ശ്രീ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തിരിച്ചറിയാനാവാത്ത ആളല്ല VD സതീശനും KM ഷാജിയും എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്കറിയാം ഗവർണർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടല്ലോ. ഓരോ യൂണിവേഴ്സിറ്റികളിലും പരമാവധി ഒഴിവ് വരുന്ന എല്ലാ പോസ്റ്റിലും സംഘപ്രവർത്തകരെ നിയമിക്കുക എന്നുള്ളതാണ്. അത് യോഗ്യത പോലും നോക്കാതെ നിയമിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അങ്ങനെ അവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, ഇവിടെ താഴെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇത് പല രീതിയിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു രീതിയാണ് PM ശ്രീ എന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരത്തെ വാർത്താ സമ്മേളനം നടത്തി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. അത് ഇവർക്ക് ഇപ്പോഴും വിശദീകരിക്കാൻ കഴിയാത്തത് PM ശ്രീ പദ്ധതിക്ക് എന്തിനാണ് അവർ പച്ചക്കൊടി കാണിച്ചത്, എന്തിനാണ് അവർ ഒപ്പിട്ടത് എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയിൽ ഇവർ ഒപ്പിട്ടില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ VD സതീശനെയും KM ഷാജിയെയും നമുക്ക് ആക്രമിക്കേണ്ടി വരുമായിരുന്നോ? ഇല്ലല്ലോ. അവർ ഒപ്പിട്ടു. അവർ ഒപ്പിട്ടതിന് പറയുന്ന ഒരു മുടന്ത് ന്യായം SSK ഫണ്ട് തടഞ്ഞു വെച്ചു, അത് കിട്ടാൻ വേണ്ടിയാണെന്നുള്ളത്. അങ്ങനെ ഒരു ന്യായം എങ്ങനെയാണ് ഒരു പദ്ധതിയെക്കുറിച്ച് പറയുക? PM ശ്രീ പദ്ധതിയെക്കുറിച്ച് അതിനെതിരായി ചിന്തയിലടക്കം തൊട്ടു തലേ ദിവസം വരെ ലേഖനം എഴുതിയ ആളാണ് V ശിവൻകുട്ടി എന്ന് പറയുന്ന അന്നത്തെ മന്ത്രി. പക്ഷെ പിറ്റേ ദിവസം ആരും അറിയാതെ, അത് പ്രത്യേകം എടുത്ത് അടിവരയിട്ട് ആരും അറിയാതെ പോയി ഒപ്പിട്ട് വന്നിട്ട് ഇപ്പോൾ പറയുന്നു PM ശ്രീ പദ്ധതി നാടിനെതിരാണ്, മതനിരപേക്ഷതയ്ക്കെതിരാണ്, കാവ്യവൽക്കരണത്തിൻ്റെ പദ്ധതിയാണ്, അത് ഞങ്ങൾക്ക് ശേഷം വന്ന സർക്കാർ അത് വലിച്ചെറിയണമെന്ന് പറയുന്നതിൻ്റെ ന്യായവും എന്താണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അവർക്ക് കൈ കഴുകാനൊന്നുമില്ല. അതോടൊപ്പം തന്നെ അതിന് തുടരുന്ന VD സതീശനും ഉത്തരം പറയേണ്ടതുണ്ട്. തീർച്ചയായും ഈ പദ്ധതി സാങ്കേതികമായി തുടരാൻ കഴിയുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി ഇവരുടെ മനോഭാവം, ഇവരോട് ഇതിന് പുലർത്തുന്ന അവരുടെ രീതി, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിൽ വരേണ്ട ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞങ്ങൾ എതിരാണ്, PM ശ്രീ പദ്ധതിക്ക് ഞങ്ങൾ എതിരാണ് എന്ന് പറയാനുള്ള ഒരു സന്മനസ്സെങ്കിലും ഈ സർക്കാർ കാണിക്കണം. എങ്കിൽ മാത്രമേ ആളുകൾക്ക് ഈ സർക്കാരിൽ തങ്ങൾ വോട്ട് ചെയ്ത സർക്കാരാണെന്ന് പറയാൻ തന്നെ കഴിയുകയുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇക്കാര്യത്തിൽ അവരുടെ അണികളോട് ഉത്തരം പറഞ്ഞ് കുഴങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയത് രണ്ടും ഘട്ട മുഖ്യമന്ത്രിയാണെന്ന് പ്രസംഗിച്ച ആളാണ് PMA സലാം എന്ന് പറയുന്ന അവരുടെ ജനറൽ സെക്രട്ടറി. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം ഇത്രയും ദിവസമായിട്ടും ഈ പദ്ധതിയെക്കുറിച്ച് ഒരു വാക്കുമുണ്ടാൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് സാധിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും VD സതീശനായാലും ആരായാലും വോട്ട് ചെയ്ത ജനങ്ങളോട് ഉത്തരം പറയാനുള്ള സമയം അതിക്രമിച്ചിരിക്കും. പക്ഷേ അവരുടെ അണികൾ ഒരു നല്ല വിഭാഗം ആൾക്കാർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, എഴുതുന്നവരൊക്കെ തന്നെ ഇതിനെ വിമർശിച്ച് രംഗത്ത് വരുന്നുണ്ട്. അത് PM ശ്രീ ഞങ്ങൾക്ക് തുടരാൻ നിർബന്ധിതമാണെന്നുള്ള ക്യാപ്സ്യൂളൊന്നും എടുത്തുകൊണ്ട് വരുന്നു തോന്നുന്നില്ല. വിമർശനം അവരുടെ അടിയുന്നുണ്ട്. കാരണം അവരതിൻ്റെ പൾസ് മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നു, അല്ലേ അണികൾ? തീർച്ചയായിട്ടും. ഏതായാലും തെരുവിൽ ജനങ്ങളോട് നേർക്ക് നിന്ന് പറഞ്ഞ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് തെരുവിൽ തന്നെ ജനങ്ങൾ നേരിട്ട് ചോദ്യം ചെയ്യിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സംസ്ഥാനത്തെ അധികാര കൈമാറ്റത്തിന് ശേഷം വരുന്ന UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് നാളെ. വിസ്മയിപ്പിക്കുമെന്ന നിരന്തരം മുഖ്യമന്ത്രി പറഞ്ഞ നമ്മൾക്കെല്ലാവർക്കും ആ ബജറ്റിൽ ഒരു അമിത പ്രതീക്ഷ തരുന്നുണ്ട്. എന്തൊക്കെ വേണം ബജറ്റിൽ? നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അജിംസ്? നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, VD സതീശൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. കാരണം ഈ ഫിനാൻസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അത് ചൂസ് ചെയ്തെടുത്തൊരു വകുപ്പാണ്. മറ്റൊന്ന്, പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദ്ദേഹം ഒരു ഷാഡോ മിനിസ്റ്ററെ പോലെയാണ് പെരുമാറിയത്. കൃത്യമായി ഫിനാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം നിരന്തരം ഇടപെട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ താല്പര്യമുള്ള ഒരാൾ, ഒരു ഷാഡോ മിനിസ്റ്ററെ പോലെ പെരുമാറിയ ഒരാൾ ഫിനാൻസ് മിനിസ്റ്റർ ആവുകയാണ്. അവിടെയാണ് പ്രധാനം. മുഖ്യമന്ത്രി ആവുന്നുള്ളത് ഫിനാൻസ് മിനിസ്റ്റർ ആകുമ്പോൾ
അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ ഫിനാൻസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ടാക്സേഷനാണ്. അതായത് കൃത്യമായി നികുതി പിരിവ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി ഡി സതീശൻ്റെ ആരോപണം. എങ്കിൽ ആ നികുതി പിരിവ് ഊർജിതമാക്കാൻ എന്ത് പദ്ധതികളാണ് വി ഡി സതീശൻ കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാവരും ഇട്ട് നോക്കുന്നത്. ഒരു പക്ഷേ അത് അദ്ദേഹത്തിന് കഴിയുമായിരിക്കും. കാരണം അത് സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് എവിടെയാണ് നികുതി ചോർന്നു പോകുന്നത്, ഏതൊക്കെ പുതിയ മേഖലകളിലാണ് നികുതി ഈടാക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകും. പ്രത്യേകിച്ചും സ്വർണ്ണ വിൽപ്പന പോലുള്ള വിഷയങ്ങൾ അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. ജ്വല്ലറികൾ എങ്ങനെയാണ് പുതിയ ടാക്സ് റെജീമിലേക്ക് കൊണ്ടുവരിക, എങ്ങനെയാണ് കൂടുതൽ അവരിൽ നികുതി പിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പുതിയ ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. അത് സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളായിരിക്കും മിക്കവാറും ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റവും ജനപ്രിയമാക്കിയതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ, പെൻഷൻ ഉൾപ്പെടെയുള്ള സ്കീമുകളായിരുന്നു. ആ സ്കീമുകൾ കുറച്ചുകൂടി ഭേദപ്പെടുത്തി നിലനിർത്തേണ്ട ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഇമേജിൻ്റെ കൂടി ബാധ്യതയാണ്. കാരണം അതില്ലാതാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കി എന്നൊരു ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ മാസം അത് വിതരണം ചെയ്തിട്ടില്ല എന്നൊക്കെ പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള ക്ഷേമ പെൻഷനുകൾ നിലനിർത്തുക, അത് കുറേ കൂടി മെച്ചപ്പെടുത്തി നിലനിർത്തുക എന്നുള്ളതും ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമായിരിക്കും, ബജറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഊന്നലായിരിക്കും. അതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളുടെ പ്രഖ്യാപനം. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കിഫ്ബിയെ എങ്ങനെയാണ് ഈ സർക്കാർ റീഇൻവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള മുഴുവൻ വികസനങ്ങളും പശ്ചാത്തല സൗകര്യ വികസനങ്ങളും കിഫ്ബി വഴിയാണ്. കിഫ്ബിക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ വലിയ ദോഷങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു CPM MLA, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം MLA ആയിരുന്നു, ഈ MLA ആയിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ലെജിസ്ലേറ്റീവ് മോണിറ്ററിങ് ഇത്തരം പദ്ധതികൾക്ക് ഇല്ല എന്നുള്ളത് ഈ പദ്ധതിയുടെ പോരായ്മയാണ്. ഏത് MLA മാർ ചോദിച്ചാലും പദ്ധതികൾ കൊടുക്കുന്നു, പക്ഷേ അത് റിവ്യൂ ചെയ്യപ്പെടുന്നില്ല. ഓഫ് ബജറ്റ് ആയതുകൊണ്ട് ബജറ്റ് പ്രൊവിഷനിൽ വരാത്തതുകൊണ്ട് അത് അസംബ്ലി അറിയുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു MLA യുടെ മണ്ഡലത്തിൽ ഒരു പ്രൊജക്റ്റ് നടക്കുന്നു, അത് മറ്റ് MLA മാർ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അത് വേറൊരു തരത്തിൽ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് നടക്കുകയാണ് കിഫ്ബി വഴി. അതിൻ്റെ മോണിറ്ററിങ് കിഫ്ബി തന്നെയാണ് നടത്തുന്നത്. ജനപ്രതിനിധികൾ ഇതേക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഒരു MLA ക്ക് ഒരു പദ്ധതി കിട്ടി, കിഫ്ബി നടപ്പാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്തു, MLA സന്തോഷം, ആ നിയോജകമണ്ഡലിലെ ആളുകൾ സന്തോഷം. അതിൽ ഇപ്പം അഴിമതി ഉണ്ടോ എന്ന് ആരന്വേഷിക്കും? അഴിമതി എങ്ങനെയാണ് വരിക? അല്ലെങ്കിൽ അതിൻ്റെ വയബിലിറ്റി, ഫിനാൻഷ്യൽ വയബിലിറ്റി, ആ പ്രൊജക്റ്റ് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ആഘാതം ഉണ്ടാക്കുക, അതിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു മോണിറ്ററിങ്ങും ഉണ്ടാവുന്നില്ല. ജനാധിപത്യ വിരുദ്ധമായ ബജറ്റിനപ്പുറത്തുള്ള ഒരു പദ്ധതിയായിട്ടാണ് കിഫ്ബി. അതുകൊണ്ടാണ് കിഫ്ബിയെ എതിർത്തുകൊണ്ടിരുന്നത് UDF. അപ്പോൾ എതിർത്ത കിഫ്ബിയെ എങ്ങനെ റീഇൻവെൻറ്റ് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം കിഫ്ബിയെ കട്ട് ഷോട്ട് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഇനി ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനുള്ള ഫണ്ട് ഈ സർക്കാർ കണ്ടെത്തുക എന്നുള്ളതും കൗതുകമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഒരു പൊളിച്ചെഴുതൽ ബജറ്റായിട്ടായിരിക്കും തീർച്ചയായിട്ടും ഇത് വരിക. അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതൊക്കെ ഈ അടുത്ത ബജറ്റിൻ്റെ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. രാഘു എങ്ങനെ ചിന്തിക്കുന്നു പുതിയ ബജറ്റിനെ കുറിച്ച്? അല്ല, പുതിയ ബജറ്റ് നേരത്തെ പറഞ്ഞ വി ഡി സതീശൻ ഈ കേരളത്തിന്റെ സാമ്പത്തിക ക്രമത്തെ ആകമാനം മാറ്റിമറിക്കേണ്ടതുണ്ടെന്നും ഇപ്പോൾ പോകുന്ന വഴിയിൽ പോയാൽ പോരാ എന്നുള്ള അഭിപ്രായം പലകുറി പറഞ്ഞ ആളും ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന് അവകാശപ്പെടുന്ന ആളായിരിക്കും. ആ നിലയ്ക്ക് സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ അതേ നാളെ കൊണ്ടുവരാൻ പോകുന്ന ബജറ്റ് എന്താണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. കാരണം കേരളത്തിൻ്റെ സാമ്പത്തികമായ ഒരു ഞെരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാർ നമ്മളോട് സ്വീകരിക്കുന്ന വിവേചന സമീപനമല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ സർക്കാരും. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ ഫണ്ടൊന്നും എക്സ്പെക്ട് ചെയ്യാതെ കേരളത്തിൽ തന്നെ കൂടുതൽ വിഭവ സമാഹരണത്തിലേക്ക് ഊന്നിക്കൊണ്ടുള്ള എന്തൊക്കെ പരിപാടി അദ്ദേഹം കൊണ്ടുവരും എന്നാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടാക്സ് കളക്ഷൻ പോലെയുള്ള സംഗതികൾ പ്രധാനമാണ്. നോൺ ടാക്സ് നികുതിയേതര വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പോലെയുള്ള നൂതനവും ഭയങ്കര സാഹസികവുമായിട്ടുള്ള ഏതൊക്കെ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കും പുതുതായി വിപ്ലവകരമായി എന്നുള്ളത് പ്രതീക്ഷയുടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു കൗതുകരമായ സംഗതി ഉള്ളത്, നാളത്തെ ബജറ്റിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇത്ര പോലുള്ള സംഗതികൾ ഉണ്ടാകുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രം നമ്മുടെ ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കുന്നു, നമ്മുടെ GST നഷ്ടപരിഹാരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു, നമ്മളതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള പോരാട്ടം നടത്തുന്നു, നമ്മുടെ വായ്പാ പരിധി കുറയ്ക്കുന്നു. ഇതെല്ലാം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിക്കുമ്പോഴും അതൊന്നുമല്ല, മിസ്മാനേജ്മെൻറ്റാണ് ഇഷ്യൂ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം, എന്ന അഭിപ്രായമുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള പുതിയ പ്രോജക്റ്റുകൾ അദ്ദേഹം അങ്ങനെ കൊണ്ടുവരും. നേരത്തെ പജിം സുഹൃത്തിലെ കിഫ്ബി എന്ന് പറയുന്ന പ്രോജക്റ്റിനെ അവർ തള്ളിക്കളയുന്നില്ല. പക്ഷേ കിഫ്ബി കംപ്ലീറ്റ് അടിമുടി കുഴപ്പമാണെന്നും അഴിമതിയാണെന്നും ഓഡിറ്റ് ഇല്ല എന്നും ധൂർത്താണെന്നും തോന്നുംപടിയാണെന്നൊക്കെയുള്ള അഭിപ്രായം അവർക്ക് അതിനെക്കുറിച്ചുണ്ട്. അവരെങ്ങനെയാണ് കിഫ്ബിയെ റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത് ഉറ്റുനോക്കേണ്ട കാര്യമാണ്. വരുമാനത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ കേരളത്തെ ഒരു വികസിത ഭൂമികയാക്കി മാറ്റാൻ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളെല്ലാം കൊടുക്കാൻ ആവശ്യമായ പണം നിലവിൽ നമ്മുടെ ഖജനാവിലില്ല. ഇപ്പോൾ തന്നെ സതീശൻ പറഞ്ഞതനുസരിച്ച് 5000 കോടി രൂപയുണ്ട്. 5000 കോടി രൂപയ്ക്ക് അതിൻ്റെതായ ചിലവുണ്ട്. അപ്പോൾ
ഞങ്ങൾ ഖജനാവ് നിറയ്ക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഖജനാവ് നിറയ്ക്കുക എന്ന് വെച്ചാൽ അത്രയും വരുമാനം വരണം. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഖജനാവ് നിറയ്ക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക അവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കേരളം നമ്മൾ നികുതി പിരിക്കുന്നു, അവിടെ കൊടുക്കുന്നു, അതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുന്നു എന്ന നിലയ്ക്കാണല്ലോ നമ്മൾ പ്രധാനമായും നമ്മുടെ സാമ്പത്തിക അടിത്തറ. അതിനപ്പുറത്തേക്കുള്ള പുതിയ വരുമാന സാധ്യതകൾ അദ്ദേഹം എന്താണ് കൊണ്ടുവരിക? കേന്ദ്രത്തെ വിമർശിക്കാതെയും കേന്ദ്രത്തോടൊരു തർക്കത്തിന് പോകാതെയും എങ്ങനെ കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇപ്പോൾ ഏതൊക്കെ ഏരിയ ടച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ ടച്ച് ചെയ്യേണ്ട ഏരിയ ഉണ്ട്. ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള പല പദ്ധതിയുണ്ട്. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും, എന്തെങ്കിലുമൊക്കെ ഒരു ജനപ്രിയ പ്രഖ്യാപനം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യമാണ്. വിവിധ മേഖലകളിൽ അവർ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വലിയ പരിപാടികളുണ്ട്. ഇപ്പം ഒരു വാട്ടർ റൂട്ടൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചല്ലോ. കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വാട്ടർ റൂട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലാണ്. അപ്പോൾ അതുപോലുള്ള വലിയ ഹ്യൂജ് പ്രോജക്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിന് പിന്നെ ഇപ്പോൾ അവർ പറഞ്ഞ ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട അവരുടെ കോൺസെപ്റ്റ് എന്താണ്, അവർ വല്ലതും പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ടോ, അതിൻ്റെയൊക്കെ പണം ഇടുന്നതാണ്. അപ്പോൾ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. ഒരു രാത്രിയോടെയല്ലോ നോക്കാൻ. നൗഫൽ എങ്ങനെ പ്രതീക്ഷിക്കാം? അല്ല, ഇതിലെനിക്ക് ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് ഈ ബജറ്റ് നോക്കിക്കാണുന്നത്. കാരണം വി ഡി സതീശൻ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി തന്നെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇതിലെ സംഗതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കാലമായി, ഇപ്പം തോമസ് ഐസക്കാണ് നമ്മളെ ഇപ്പം സമീപകാലത്തെ ഏറ്റവും നല്ലൊരു ധനമന്ത്രിയായിട്ടും ഏറ്റവും ഇതേക്കുറിച്ച് അറിവുള്ള ഒരാളായിട്ടും ഒക്കെ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനോട് പിന്നെ സംവാദം നടത്തി കയ്യടി നേടിയ ആളാണ് വി ഡി സതീശൻ. അങ്ങനെ ഇക്കാര്യത്തിൽ ധനതത്വശാസ്ത്രത്തിലും അതോടൊപ്പം തന്നെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുമൊക്കെ നല്ല അറിവുണ്ട് എന്ന് നമ്മളെല്ലാം കരുതുന്ന ഒരാളാണ് നാളെ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അതായത് നിയമസഭാ ഹാളിൽ MLA-മാർക്കുള്ള ശില്പശാലയോ മറ്റാണ്. അദ്ദേഹം ഈ സാധാരണ ഓറിയന്റേഷൻ ക്ലാസ് ആയിരുന്നു. അതിൽ സാധാരണ അദ്ദേഹം തന്നെയാണ് ക്ലാസ് എടുക്കാറ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും MLA-മാർക്ക് സഭാ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് കൊടുക്കാനൊക്കെ അദ്ദേഹം തന്നെയാണ് ക്ലാസ് എടുക്കുക. ആ ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിയമസഭയിൽ ഞാൻ ആദ്യമായി എത്തിയപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, ബജറ്റ് എന്താണെന്ന് അറിയില്ലായിരുന്നു, ടാക്സ് എന്താണെന്ന് അറിയില്ലായിരുന്നു, അങ്ങനെ ഇതിൻ്റെ ABCD എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇത് പഠിച്ചെടുക്കാനാണ് ആദ്യം ശ്രമിച്ചത്. ഞാൻ നിയമസഭയിലെ ലൈബ്രറിയിൽ വലിയ സംവിധാനങ്ങളുണ്ട്, വലിയ ഗ്രന്ഥങ്ങളുടെ ശേഖരമുണ്ട്, മുൻ സർക്കാരുകൾ, മുൻ ധനമന്ത്രിമാരുടെ ലേഖനങ്ങളുണ്ട്, ബുക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തുള്ള സകലമാന ബുക്കുകളുടെയും ഒരു കലവറ തന്നെയാണ് നിയമസഭാ ലൈബ്രറി. അത് ഞാൻ പരമാവധി ഉപയോഗിച്ച് അങ്ങനെയാണിത് പഠിച്ച് വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ സീറോയിൽ നിന്ന് പഠിച്ചു വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ധനമന്ത്രി എന്ന രീതിയിൽ നാളെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്താണ് വരുന്നത് എന്നുള്ളത് കൗതുകത്തോടുകൂടി നോക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്ത ഒരു കാര്യം കേരയിൽ എന്ന് പറയുന്ന പദ്ധതിയെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പദ്ധതി, നിലവിൽ ഉണ്ടായിരുന്നൊരു പദ്ധതിയെ വേണ്ട തീരുമാനിക്കുകയാണ്. അപ്പോൾ പക്ഷേ അതിവേഗ പാതയ്ക്ക് സർക്കാർ എതിരല്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് ഒരു അതിവേഗ പാത ആവശ്യമാണ്. അത് കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളും തുടക്കം കുറിച്ചിട്ടുണ്ട്, പലരും ഇപ്പോൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, പലരും പല രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം മാത്രം അതിൽ നിന്ന് വിട്ടു നിൽക്കാനാവില്ല. അപ്പോൾ കേരളത്തിന് പകരം മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ അതിൻ്റെ തുടക്കം നിഷ സൂചിപ്പിച്ചു, തുറമുഖ നഗരമായി കേരളത്തെ മാറ്റുമെന്നുള്ളതാണ് സതീശൻ പറഞ്ഞത്, അല്ലേ? തുറമുഖ നഗരമായി. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്, ഒരു കൗതുകമുണ്ട്. കാരണം കേരളം നമുക്കറിയാം ഒരു ഭാഗം മുഴുവൻ കടലാണ്, തീരപ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആശയം എന്താണ് എന്ന് അറിയാനുള്ളൊരു കൗതുകമുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിസ്ഥാന കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒരുപാട് പകർച്ചവ്യാധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലേ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നില്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വൻകിട പദ്ധതികൾക്ക് പണം കൊടുത്ത് ശ്രദ്ധ നേടുക എന്നുള്ള രീതി പലപ്പോഴും സർക്കാരുകൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ ബേസിക്കായ കാര്യങ്ങൾക്ക് എത്ര തുക ചിലവഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഏറ്റവും ആവശ്യമായ തുക ചിലവഴിക്കാൻ കഴിയുന്നൊരു ബജറ്റായി വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുമാനം എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനെന്ത് മാജിക്കാണ് വി ഡി സതീശൻ്റെ കയ്യിലുള്ളത്. ഒപ്പം
കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് എത്രത്തോളമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ രണ്ട് സർക്കാരുകൾക്കും ആവശ്യത്തിന് തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇത്തവണ എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാവുന്ന മുഴുവൻ ലഭിക്കും, അതിനനുസരിച്ചുള്ള ഒരു ബജറ്റാണോ ഉണ്ടാക്കുന്നത്? അതല്ല കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അത് വെച്ചുള്ള ബജറ്റാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള താല്പര്യമുണ്ട്. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് പാർട്ടി തലവനും മുൻ മുഖ്യമന്ത്രിയുമായ YS ജഗൻമോഹൻ റെഡ്ഡിയും കോൺഗ്രസ് നേതൃത്വവും അനൌദ്യോഗിക ചർച്ചകൾ നടത്തുന്നതായാണ് റിപ്പോർട്ട്. ലയനവുമായി ബന്ധപ്പെട്ട ഇരു പാർട്ടികളും ഔദ്യോഗിക പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ തിരികെ കോൺഗ്രസിലേക്ക് പോകാനുള്ളൊരു വഴി വിട്ടുകയാണോ അജിത്? അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഒരു കാരണം, ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ച് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ശേഷം അദ്ദേഹം 11 സീറ്റുമായി നിശൂന്യരായി പോയി. അത് 11 സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ സീറ്റാണ് പ്രതിപക്ഷത്തിന് അവിടെ ഉള്ളത്. പ്രതിപക്ഷത്തിന് ശക്തിയില്ലാത്ത ഒന്നായിപ്പോയി. മറ്റൊന്ന്, ലോക്സഭയിലും രാജ്യസഭയിലും കൂടി 4 ലോക്സഭാ എം പിമാരും 7 രാജ്യസഭാ എം പിമാർക്കുണ്ട്. രാജ്യസഭാ എം പിമാരുടെ ടൈം കഴിയാറായിട്ടുണ്ടാവും. അപ്പോൾ ലോക്സഭയിലും കാര്യമായ നമ്പേഴ്സ് ഇല്ല. ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി എന്തെങ്കിലും തരത്തിൽ ഇനി സിഗ്നിഫിക്കൻ്റ് ആവണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയിൽ ചേർന്നേ പറ്റൂ. അതല്ലെങ്കിൽ NDA ചേർന്നൊരു കാര്യമില്ല. കാരണം അവരുടെ രാഷ്ട്രീയ എതിരാളിയായ TDP ഓൾറെഡി ഇപ്പോൾ NDAയിലുണ്ട്. അതുകൊണ്ട് അതിലും പ്രസക്തിയില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുക എന്നുള്ള ആളെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോഴാണ് ഈ നിലവിൽ അവിടെ നടക്കുന്ന SAR പ്രോസസ്സിൽ വലിയ തോതിൽ വോട്ടുകൾ വെട്ടിമാറ്റുന്നുണ്ട് എന്ന ആരോപണമായി അദ്ദേഹം രംഗത്ത് വരികയും അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്യുന്നു. ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അതിലേക്ക് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെ കുറച്ച് ഇന്ത്യ മുന്നണി നേതാക്കൾ അതിലേക്ക് കടന്നു വരുന്നു. അതാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക് കാരണം. അദ്ദേഹത്തിലേക്ക് ചേരുമോ ഇല്ല എന്നുള്ളതാണ്. ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നത് അദ്ദേഹം ചേരില്ല എന്നാണ്. അതിൻ്റെ കാരണം, അദ്ദേഹത്തിന് ആ വഴി തിരഞ്ഞെടുക്കുന്നതിൽ വൈമുഖ്യമുള്ളതുകൊണ്ടൊന്നുമല്ല. ചേർന്ന് കഴിഞ്ഞാൽ ജഗൻമോഹൻ റെഡ്ഡിയെ കേന്ദ്ര ഏജൻസികൾ പറന്നിറങ്ങി വേട്ടയാടും. അദ്ദേഹത്തിനെതിരെ UPA സർക്കാരിൻ്റെ കാലത്ത് ചാർജ് ചെയ്ത അഴിമതി കേസുകളുണ്ട്. നിരവധി കേസുകളിൽ 1-ാം പ്രതിയാണ് അദ്ദേഹം. അപ്പോൾ CBI തന്നെ അദ്ദേഹത്തിനെതിരെ ചില കേസുകളിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ ട്രയൽ തുടങ്ങിയിട്ടില്ല. ട്രയൽ തുടങ്ങാത്തത് പോലും ഒരു പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിടുന്നതായിരിക്കാം. കാരണം നിർണായകമായ പല നിയമനിർമ്മാണങ്ങളിലും ചില തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും YSRCP NDAക്കാണ് വോട്ട് ചെയ്തത്, NDA സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. അതുപോലും ഒരു സ്ട്രാറ്റജിക് പൊസിഷനാണ്. കാരണം ആക്രമിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ നോക്കുക, 12 വർഷമായി NDA ഭരിക്കുന്നു. 2014 മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജഗൻമോഹൻ റെഡ്ഡി എന്ന പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്ന അഴിമതിയാണ്. കാരണം അത്രയധികം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. UPA സർക്കാർ അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം നടത്തിയതാണ്, അറസ്റ്റ് ചെയ്തതാണ്, പിന്നെ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. ഒരു തവണ പോലും അങ്ങനെ ഒരു റെയ്ഡോ അറസ്റ്റോ പിന്നീട് ഉണ്ടായിട്ടേ ഇല്ല. EDയുടെ മുമ്പിൽ ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ട്, പരാതികളുണ്ട്, ഒരുപാട് കേസുകൾ അവരുടെ മുമ്പിൽ, അവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മുമ്പ് നടത്തിയിട്ടുള്ള അഴിമതികളുടെ പേരിൽ വേട്ടയാടാനാണെങ്കിൽ NDA സർക്കാർ വേട്ടയാടിയാണ്, മോദി വേട്ടയാടിയിട്ടില്ലെങ്കിൽ ജഗൻമോഹൻ അവർ വിട്ടയച്ചതാണ്. അതേസമയം ഇന്ത്യ സഖ്യത്തിലേക്ക് അങ്ങനെ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും ജഗൻ്റെ ഭാവി ജയിലിലാവാനാണ് സാധ്യത. NDA അത് വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ സാധ്യതയില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അല്ല, അതിനകത്ത് നേരത്തെ പറഞ്ഞ സങ്കീർണമായ പല ഘടകങ്ങളും ഉണ്ട്. അതായത് ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ച് അദ്ദേഹം YSR രാജശേഖർ റെഡ്ഡിയുടെ മകൻ എന്ന നിലയ്ക്കുള്ള വലിയ പാരമ്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ പാർട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പാളിച്ച. അന്ന് പകരം മുഖ്യമന്ത്രിയാക്കിയതാരാണ്? റോസയെ മുഖ്യമന്ത്രിയാക്കി. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പാർട്ടി എന്ന് വിചാരിച്ചു. ജഗനും അദ്ദേഹത്തിൻ്റെ അമ്മയും പിണങ്ങിപ്പോയി, വേറെ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി എന്ത് ചെയ്തു? അവിടെ മൊത്തം പിടിച്ചടക്കുന്ന നിലയുണ്ടായി. ഒറിജിനൽ കോൺഗ്രസ് ഇല്ലാതായി. ഇപ്പം ജഗൻ്റെ സഹോദരിയെ വെച്ചിട്ടാണ് ആ പാർട്ടി അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും സ്ട്രോങ് ബെൽറ്റ് ആയിരുന്നു എന്ന കാര്യം ഓർക്കണം. ദീർഘകാലം കോൺഗ്രസിന് അധീശത്വം ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ പക്ഷേ കോൺഗ്രസിന് പിടി നഷ്ടപ്പെട്ടു പോയി. കാരണം YSRന്റെ മരണശേഷം അതിൻ്റെ പിൻഗാമി ആരായിരിക്കും, ആരാണ് അതിൻ്റെ പിൻഗാമിയായിട്ട് കാണുന്നത് എന്ന കാര്യത്തിൽ ജഡ്ജ്മെൻറ്റിൽ എറർ ഉണ്ടായിപ്പോയി. ആർക്ക് പാളിച്ച പറ്റിപ്പോയി? കോൺഗ്രസിന് പറ്റിപ്പോയി. അതാണ് ശരിക്കും സംഭവിച്ച പ്രശ്നം. ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്താൻ കോൺഗ്രസ് ശ്രമിക്കണം. കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ജഗൻ അതിലെന്ത് പ്രശ്നം എടുക്കുന്നുള്ളത്? നേരത്തെ അജിം സുഹൃത്തുക്കളെ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ അതിന് മുമ്പിൽ തടസ്സമുണ്ട്. കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ നായകത്വമുള്ള, അദ്ദേഹം നായകനായ പാർട്ടിയാണ്. അദ്ദേഹം ആണ് അതിൻ്റെ സുപ്രീമോ. അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിയിട്ട് കോൺഗ്രസിലേക്ക് പോയാൽ അദ്ദേഹത്തിന് ആ സുപ്രീമോ എന്നുള്ള പദവിയില്ല. പിന്നെ അദ്ദേഹം ഒരു 2ാമനോ 3ാമനോ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ് എന്നതിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒതുങ്ങും. ഇവിടെ അദ്ദേഹമാണ് പരമാധികാരി, അദ്ദേഹമാണ് അതിൻ്റെ ചീഫ്. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് ഇനി സാധ്യതകളില്ല, അദ്ദേഹം തോറ്റു മടങ്ങുകയാണ്. ഇനി ഒരു പോരാട്ടത്തിനില്ല എന്നൊരു നെഗറ്റീവ് ഫീൽ ആർക്ക് കൊടുക്കും? അണികൾക്കും ആന്ധ്രാപ്രദേശിലെ മനുഷ്യർക്കും കൊടുക്കുമെന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് പാർട്ടിയുടെ ഐഡൻറ്റിറ്റിയും ഒരു നേതാവ് നിലയ്ക്കുള്ള തൻ്റെ വ്യക്തിപ്രഭാവവും തൻ്റെ കരിയറും നിലനിർത്താൻ അദ്ദേഹത്തിന് ആ പാർട്ടി തന്നെ കൊണ്ടു നടക്കുന്നതാണ് നല്ലതെന്നുള്ള പോയിന്റ് അവിടെയുണ്ട്. എന്നാൽ
അടുത്ത തെരഞ്ഞെടുപ്പിലും YSRCP ജയിക്കുമെന്ന് വിചാരിക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അത്രയും വലിയ വീഴ്ചയാണ് ആ പാർട്ടി വീണിട്ടുള്ളത്. അവിടെ ഇപ്പോൾ BJPയും പിന്നെ പവൻ കല്യാണിൻ്റെ പാർട്ടിയും പിന്നെ TDPയും തമ്മിലുള്ള സഖ്യം എന്ന് വെച്ചാൽ അവർ സ്ട്രോങ് ആണ്. വലിയ പാടാണ് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യവും അവിടെ ആരുടെ മുമ്പിലില്ല, ഇദ്ദേഹത്തിൻ്റെ മുമ്പിലില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു നാഷണൽ അലയൻസിൻ്റെ ഭാഗമാവുക. നാഷണൽ അലയൻസിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. അതിന് പഴയ പാർട്ടി അതിന് ലയിക്കാൻ അങ്ങനെ ഒരു നിലയ്ക്കും അടുക്കാൻ കഴിയാത്ത പ്രത്യയശാസ്ത്രമായ അകലമോ വൈരമോ ഉള്ള രണ്ട് പാർട്ടികളല്ല YSRCPയും കോൺഗ്രസും. ആകെ അതിനകത്തുള്ളൊരു പ്രശ്നം വെച്ചാൽ ജഗൻ്റെ സഹോദരിയാണ് ഇപ്പോൾ അവിടെ APCCയുടെ പ്രസിഡൻറ്റ്. അപ്പോൾ ജഗന്നകത്ത് ആ കാര്യത്തിൽ അവർക്കിടയിൽ അകൽച്ചയുണ്ട്. അവരെ സൈഡ് ലൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഡിസ്കഷനൊക്കെ നടക്കുന്നതാണല്ലോ വായിക്കുമ്പോൾ കാണുന്ന കാര്യം. അതൊഴിച്ചു നിർത്തിയാൽ ഈ രണ്ട് പാർട്ടികൾക്ക് തമ്മിൽ ജൈവികമായി യോജിക്കുന്നതിന് ഏത് തരത്തിൽ തടസ്സമുള്ള പാർട്ടികളല്ല. അപ്പം ജഗനെ സംബന്ധിച്ച് തിരിച്ചു വരുന്നതിന് അദ്ദേഹം ചെയ്യേണ്ടത് മെച്ചപ്പെട്ട ഒരു സഖ്യവുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത്. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് നേടാൻ കഴിയുന്ന ഒരു ആന്ധ്ര വികാരത്തിൻ്റെ വേരുകൾ ആ പാർട്ടിക്ക് നഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. അത് TDPയും ഈ പറഞ്ഞ പവൻ കല്യാണും പിന്നെ BJPയും ഒക്കെ ചേർന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. BJPക്ക് ഇനിയും അവിടെ ലോങ് ടേം പ്ലാനുണ്ട്. സോ കുറച്ച് കഴിയുമ്പോൾ ഈ പവൻ കല്യാണം കാണത്തില്ല, TDPയും കാണത്തില്ല, BJP ഉണ്ടാവുള്ളൂ. അവിടെ ജഗനെ ഒന്നും പൊങ്ങാൻ അവർ സമ്മതിക്കത്തില്ല. സോ ജഗനെ അതിജീവിക്കണമെങ്കിൽ ജഗന് കോൺഗ്രസുമായിട്ടും ഒരു ഇന്ത്യ സഖ്യം പോലും വലിയ ഒരു നെറ്റ്വർക്കുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതായിരിക്കും നന്നാവുക. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് സഹോദരി നയിക്കുന്ന പാർട്ടിയാണ് അവിടുത്തെ APCC. രണ്ടാമത്തേത് ഈ കേസുകൾ എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. മൂന്നാമത്തേത് ജഗൻ എന്ന് പറയുന്ന ഒരൊറ്റ ബിംബം അവസാനിക്കുകയും ഒറ്റ നേതാവ് ഒറ്റ പാർട്ടി എന്ന് പറയുന്ന പരിപാടി അവസാനിക്കുകയും രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ എന്ന് പറഞ്ഞ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ ഇനി ഒറ്റയ്ക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാണ്ടായി. കാരണം തീർക്കാനാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മമതാ ബാനർജി ഓടി വന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ കമ്മിറ്റി കയറിയിരിക്കുന്നത് കണ്ടില്ലേ. കാരണം ഇനിയിപ്പോൾ അസാധാരണമായ സാഹചര്യമാണ്. നിങ്ങൾക്ക് കൂട്ടണിയില്ലാതെ തമിഴ് പറഞ്ഞാൽ കൂട്ടണിയില്ലാതെ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഏതാണ്ട് തീർന്നുണ്ട്. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ BJP കളയാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കോൺഗ്രസുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് യോജിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അതിൽ പിന്നെ കോൺഗ്രസ് എടുക്കുന്ന വലിയൊരു നീക്കമാണ്. ഇപ്പോൾ DK ശിവകുമാർ ആണല്ലോ അതിന് മധ്യസ്ഥ വഹിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പം കോൺഗ്രസ് എടുക്കുന്ന വലിയൊരു നീക്കം. കാരണം ഇതേതാ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ TMCയെ പിളർത്തി, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ പിളർത്തി, ഇനി SPയെ പിളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാവരെയും പിളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയെ കൂടെ കൂട്ടി ശക്തി ഉണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസ് വലിയൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വിജയിക്കുകയാണെങ്കിൽ വലിയ നീക്കമാണ്. കാരണം ഈ സമയത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ ഇപ്പോൾ നേരത്തെ മമതാ ബാനർജി സൂചിപ്പിച്ചല്ലോ, മമതാ ബാനർജി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി കൂടുതൽ അടുത്തു, അതിൻ്റെ പ്രധാനപ്പെട്ട പോരാളിയായി മാറാൻ പോകുന്നു. അപ്പം ഒരു ഭാഗത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയൊക്കെ പ്രസംഗിച്ചതുപോലെ ഒരു തരത്തിലുള്ള ധാർമ്മികതയും ഇല്ലാത്ത ഒരു ഭരണപക്ഷത്തെ നേരിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതനുസരിച്ചുള്ള പ്രതിരോധം വരേണ്ടി വരും. അതിന് ശക്തി ആവശ്യമാണ്. ആ ശക്തി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ജഗനെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും. ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ നേരത്തെ നിഷ സൂചിപ്പിച്ചതുപോലെ ആന്ധ്രാപ്രദേശിനെ രണ്ടാക്കി മാറ്റിയ സമയത്ത് അന്ന് സോണിയാഗാന്ധിയൊക്കെ പ്രതീക്ഷിച്ചത് രണ്ട് സംസ്ഥാനങ്ങളും നമുക്ക് കിട്ടുമെന്നായിരുന്നു. പക്ഷേ രണ്ടും കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ഒരു കാലത്ത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി ചെയ്യാവുന്നൊരു കാര്യം ജഗനെ കൂടെ കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പണ്ട് ആഭ്യന്തര പ്രശ്നം കാരണമാണ് അവർക്ക് ജഗന് വീഴേണ്ടി വന്നത്. അതേ ആഭ്യന്തര പ്രശ്നം വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള പ്രശ്നമാണ്. കാരണം ഷർമിള ഇപ്പോഴും ഇക്കാര്യത്തിന് യെസ് മൂടാനുള്ള സാധ്യത കുറവാണ്, അവരുടെ അദ്ദേഹത്തിൻ്റെ സഹോദരി. അപ്പോൾ ഈ ആഭ്യന്തര പ്രശ്നം തന്നെയാണ് വീണ്ടും അവരെ കുഴക്കാൻ കാരണമാവുക. അതില്ലാതെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് വലിയ നീക്കമാണ് ആന്ധ്രാപ്രദേശിൽ നടത്താൻ പോകുന്നത് കോൺഗ്രസിൻ്റെ. ഏതായാലും ഈ ഘട്ടത്തിൽ അതിനെ പ്രകീർത്തിക്കാനേ പറ്റും. ആണൊരുത്തൻ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച സാമ്രാജ്യമെന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പോർച്ചുഗൽ ആരാധകർ വിശേഷിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ റൊണാൾഡോയെ ഒറ്റപ്പെടുത്തിയോ കഴിഞ്ഞ കളിയിൽ? അല്ല, അങ്ങനെ ഒരു കളിയിൽ ഇപ്പം റൊണാൾഡോ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അങ്ങനെയുള്ള ഒരാളെ ഒരൊറ്റ കളിയുടെ പേരിൽ ആരെങ്കിലും ഒറ്റപ്പെടുത്തുക എന്നുള്ളതും ശരിയായ നടപടിയല്ല. കളി എന്ന് പറഞ്ഞാൽ ചില കളികളിൽ നന്നായി കളിക്കാൻ പറ്റും, ചില കളികളിൽ മോശം കളിയാകും. അതൊക്കെ ഒരു എന്താ പറയുക, ഓരോ കളിക്കാരനും ഉണ്ടാകുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇന്നലത്തെ കളിയുടെ ചിത്രം മാത്രം എടുക്കുമ്പോൾ ഇന്നലത്തെ കളിയിൽ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈക്കറാണ്. ക്ലീൻ ആയിട്ട് ഏറ്റവും മുന്നിൽ കളിക്കുന്ന സ്ട്രൈക്കറാണ് റൊണാൾഡോ. പക്ഷേ ഇന്നലെ പോർച്ചുഗലിൻ്റെ കളി എന്ന് പറഞ്ഞാൽ എപ്പോഴും പിൻവലിഞ്ഞുള്ള കളി എന്നത്, ബോൾ കൈവശം വെക്കുക എന്നതിനേക്കാൾ ഉപരി അറ്റാക്കിംഗ് മൂഡ് തീരെ ഇന്നലെ പോർച്ചുഗലിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമിലെ സ്ട്രൈക്കർക്ക് റോളുള്ളൂ. അങ്ങനെയെങ്കിലേ സ്ട്രൈക്കർക്ക് ബോൾ എത്തുകയുള്ളൂ.
റൊണാൾഡോയ്ക്ക് ഒരിക്കലും ബോൾ എത്താത്തൊരവസ്ഥയാണ് ഇന്നലത്തെ കളിയിൽ കണ്ടത്. വളരെ അപൂർവമായി മാത്രമേ റൊണാൾഡോയുടെ കാലിൽ ബോൾ എത്തിയുള്ളൂ. അത് അദ്ദേഹത്തിന് കൃത്യമായി വലയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും സത്യമാണ്. അങ്ങനെയാണെങ്കിൽ റൊണാൾഡോയുടെ ഒരു മോശം ദിവസമായിരുന്നു ഇന്നലെ. പക്ഷേ ഈ വേൾഡ് കപ്പിൽ കപ്പ് ലഭിക്കുമെന്ന് കരുതുന്ന ടീമുകളിൽ ഒന്ന് തന്നെയാണ് പോർച്ചുഗൽ. അതിൽ റൊണാൾഡോ എന്ന് പറയുന്ന താരം ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ ആരാധകരെ, പോർച്ചുഗൽ ആരാധകരെ വല്ലാതെ ആവേശഭരിതരാക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആവേശം അല്പം അതിര് കടക്കുമ്പോഴാണ് മറഡോണയുമല്ല പെലെയുമല്ല ഇവിടെ റൊണാൾഡോ മാത്രമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആണൊരുത്തൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്നൊക്കെ പറഞ്ഞുള്ള അതിശയോക്തി കലർന്ന വാചകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റൊണാൾഡോ എന്ന് പറയുന്ന പ്ലെയറെ ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് 41 വയസ്സായി. 41ാം വയസ്സിലും അദ്ദേഹം സൗദിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. അവിടുത്തെ ഏറ്റവും മികച്ച സ്കോറർമാരിൽ ഒരാളായി അദ്ദേഹം മാറുന്നു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ അൽ ഖലീജിനെതിരെ നടത്തിയ ബൈസിക്കിൾ കിക്ക് തന്നെ നമുക്ക് ഈ പോർച്ചുഗൽ ആരാധകരെ ആവേശത്തിൻ്റെ ഉന്നതിയിലെത്തിക്കും, ഒരു തർക്കവുമില്ല. കാരണം 41ാം വയസ്സിലാണ് അദ്ദേഹം ആ ഒരു ബൈസിക്കിൾ കിക്ക് അടിച്ച് അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ യുവേഫ നാഷൻസ് ലീഗിലെ ആകെ മൊത്തം രണ്ടാമത്തെ ടോപ്പ് സ്കോറാണെന്ന് തോന്നുന്നു, ഗോളിൽ കൂടുതൽ ഗോൾ അടിച്ചവർ എന്ന് തോന്നുന്നു. ഈ വയസ്സിലാണെന്ന് ആലോചിക്കണം. കഴിഞ്ഞ 5 കളികളിലും പോർച്ചുഗലിന് വേണ്ടി 5 ഗോളുകൾ നേടാൻ റൊണാൾഡോക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ക്വാളിഫയിങ് റൗണ്ടിലും കൃത്യമായി നല്ല പ്രകടനം കാഴ്ചവെക്കാൻ റൊണാൾഡോ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കണക്ക് വെച്ച് നോക്കുമ്പോൾ റൊണാൾഡോക്ക് ഈ വേൾഡ് കപ്പിൽ തിളങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോട്ട് എന്ന് പറയുന്നത് റൊണാൾഡോയാണോ മെസ്സിയാണോ എന്നൊരു തർക്കമാണല്ലോ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം റൊണാൾഡോ എന്ന് പറയുന്ന പ്ലെയർക്ക് അയാളുടേതായ ചില കഴിവുകളുണ്ട്, മെസ്സി എന്ന് പറയുന്നത് മറ്റൊരു കഴിവുകൾ. അപ്പം ഈ റൊണാൾഡോയും മെസ്സിയും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ് എപ്പോഴും ഈ ആരാധകർ തമ്മിലുള്ള അടിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൃത്യമായി എൻ്റെ ഒരു പക്ഷം ഞാൻ പറയാം. റൊണാൾഡോ എന്ന് പറഞ്ഞാൽ കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ കൂടുതലായി ശ്രദ്ധിച്ചു എന്നുള്ളത്. അതായത് 1000 ഗോൾ നേടുക, ഗോളുകളുടെ എണ്ണത്തിൽ, അസിസ്റ്റുകളുടെ എണ്ണത്തിൽ മെസ്സിയെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം പോവുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരൊക്കെ ആ നിലക്ക് മാത്രം ചിന്തിക്കുകയും ചെയ്തു. പക്ഷേ മെസ്സി എന്ന് പറയുന്നത് ഒരു ടോട്ടൽ പ്ലെയർ എന്ന നിലക്കാണ്, ഒരു കംപ്ലീറ്റ് പ്ലെയർ എന്ന നിലക്കാണ് മെസ്സി അറിയപ്പെടുന്നത്. അദ്ദേഹം ഗോൾ നേടുന്നു, ഗോൾ അടിപ്പിക്കുന്നു, ഗെയിം ഉണ്ടാക്കുന്നു, ടീമിനെ മൊത്തത്തിൽ ആ നിലക്ക് പ്രചോദിപ്പിക്കുന്നു. ആ നിലക്കാണ് മെസ്സി കൂടുതലായിട്ട്. അപ്പം ഒരു ഫുട്ബോളർ, ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന് പറയുന്നത് കൂടുതൽ ഗോളുകൾ നേടുന്ന ആളാണോ, ടീമിനെ മൊത്തത്തിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ആളാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം മെസ്സിയെ നമുക്ക് കംപ്ലീറ്റ് ഫുട്ബോൾ പ്ലെയറായി പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഗോളടി യന്ത്രം എന്ന നിലയ്ക്ക് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും ആ തരത്തിലുള്ള തർക്കമാണ് എപ്പോഴും നിലനിൽക്കുന്നത്. റൊണാൾഡോ എന്ന പ്ലെയറെ ഒരൊറ്റ ഒരു മാച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലെ കുറവ് കൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കി കളയുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്ന പ്രചാരണങ്ങൾ വളരെ മോശമാണ്. അത് ഫുട്ബോൾ എന്ന ഗെയിമിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാവുന്നൊരു കാര്യമല്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എല്ലാം എത്രത്തോളം ടീമിനെ കപ്പിലേക്ക് എത്തിക്കാൻ പര്യാപ്തമാണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നുണ്ട്. കാരണം വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചടുലമായി കളിക്കേണ്ട ഒരു കളിയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രായം അല്പം അദ്ദേഹത്തിന് തടസ്സമാകുന്നുണ്ടോ എന്നുള്ള സംശയവും എല്ലാവർക്കുമുണ്ട്. ഈ ടീമിൽ പലരും പറയാറുണ്ട് റൊണാൾഡോ മാത്രമാണ് അല്പം വീക്ക് എന്ന് പറയുന്ന ഒരു ആക്ഷേപമൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. റൊണാൾഡോ എന്ന പ്ലെയറെ ഇന്നലെ 90 മിനിറ്റും ആ കോച്ച് കളിപ്പിച്ചു എന്ന് ആലോചിക്കണം. അദ്ദേഹത്തെ ഒരിക്കലും കളിക്കിടയ്ക്ക് പിൻവലിക്കാൻ കോച്ച് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൽ ഇപ്പോഴും ആ ടീമിന് വിശ്വാസമുണ്ട് എന്നുള്ളതിനാണ് മനസ്സിലായത്.